ഡേവിസ് വാവച്ചൻ, ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളുടെ ഒരു പുരോഗതി നമ്മൾ എങ്ങനെ നിരീക്ഷിക്കണം? ഇസ്രായേൽ പറയുന്ന കാര്യം, ഇസ്രായേൽ ഇന്ന് പ്രസിഡന്റിന്റെ കൊട്ടാരം ആക്രമിച്ചു. ഇറാനിൽ ടെഹ്റാനിൽ പ്രസിഡന്റിന്റെ കൊട്ടാരം ആക്രമിച്ചു. അമേരിക്ക പറയുന്നത് വലുത് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് 6 സൈനികരെ കുവൈത്തിൽ വെച്ച് നഷ്ടമായിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഇനിയും എസ്കലേറ്റ് ചെയ്യുകയാണ് എന്ന് വേണമോ വിചാരിക്കാൻ? നമസ്കാരം. നമ്മളിപ്പോ ഈ യുദ്ധം ഫെബ്രുവരി 28-ാം തീയതിയാണ് ആദ്യമായിട്ട് ഈ കോൺഫ്ലിക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു ഡിപ്ലോമാറ്റിക് ഡ്യൂപ്ലിസിറ്റിയുടെ ഭാഗമായി തുടങ്ങിയ ഒരു യുദ്ധമാണ്. ഫെബ്രുവരി 27-ാം തീയതി നമ്മൾ കണ്ടതാണ്. ചർച്ചകൾ ഒരു കരക്കെത്തിച്ചതിന് ശേഷം ഇസ്രായേലാണ് ആദ്യമായിട്ട് ഇറാനെ ആക്രമിക്കുന്നത്. അതിന്റെ കൂടെ ചേരുക എന്നല്ലാതെ വേറെ യുഎസിന് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇപ്പൊ നിലവിൽ കാണുന്നത് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന ഇപ്പോ അടുത്തൊരു ഇന്റർവ്യൂവിൽ കൊടുത്തത്, ഞങ്ങൾ ഡിസൈസീവായി ഷോർട്ടായി ക്വിക്കായി അവസാനിപ്പിക്കാൻ പോകുന്ന ഒരു യുദ്ധം എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുമ്പോൾ 4 ആഴ്ച വരെ എടുക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. അവർ തമ്മിൽ ഒരു പരസ്പര ബന്ധമില്ലാത്ത ഓരോരോ കമന്റുകൾ ഇപ്പോ ഇന്റർനാഷണൽ മീഡിയ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ ഇപ്പോ ഇറാൻ GCC രാജ്യങ്ങളിലെ US എയർബേസുകളും US മിലിറ്ററി ഇൻസ്റ്റാളേഷൻസും ആക്രമിക്കുന്നുണ്ട്. അപ്പോ ഇത് സങ്കീർണതയിലേക്ക് കടക്കുക എന്നല്ലാതെ ഇതൊരു തിരിച്ചുപോക്ക് എത്രയും പെട്ടെന്ന് സാധ്യമാക്കുക എന്നതാണ് ലോകരാഷ്ട്രങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ചെയ്യാവുന്ന ഒരു കാര്യം. ഇപ്പൊ നിലവിൽ ചൈന അല്ലെങ്കിൽ റഷ്യ ഇതിൽ എത്രത്തോളം ഇടപെടുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുവരികയാണ്. അവർ തികച്ചും വ്യത്യസ്തമായ ഒരു നിലപാട് എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം പോലും ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ ഇതിന്റെ അടുത്ത സ്റ്റേജിൽ, ഒരു എസ്കലേഷൻ സ്റ്റേജിൽ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടക്കുകയാണ്. നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ലോകത്തിലെ എണ്ണ ഉൽപാദനം അല്ലെങ്കിൽ ലോകത്തിന് എണ്ണ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന് മാത്രമാണ്. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, GCC രാജ്യങ്ങളിലേക്ക് കടക്കുന്ന ഫുഡ് സപ്ലൈ വരുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലൂടെയാണ്. 90% GCC രാജ്യങ്ങളിലേക്ക് ഫുഡ് വരുന്നുണ്ട്, അത് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിലൂടെയാണ്. അപ്പോ ഇതൊരു റീജിയണൽ ഇഷ്യൂ മാത്രമല്ല, ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയി ഇനി വരുന്ന ദിവസങ്ങളിൽ ഡിപ്ലോമസി വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതൊരു ഗ്ലോബൽ ഇഷ്യൂ ആയി കടക്കാനുള്ള എല്ലാ സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്.